ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ്, സമരം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA, പാർട്ടിയുടെ സെക്രട്ടറി ജനറൽ പ്രിയനായ അഡ്വക്കേറ്റ് ജോയി എബ്രഹാം ex-MP, പാർട്ടിയുടെ വൈസ് ചെയർമാൻമാരായിട്ടുള്ള പ്രൊഫസർ ജെയ്സൺ മാത്യു, ശ്രീ KF വർഗീസ്, അഡ്വൈസർ ശ്രീ തോമസ് കണ്ണഞ്ചിറ, ശ്രീ AK ജോസഫ്, ശ്രീ VJ ലാലി, അതുപോലെ ശ്രീ തോമസ് കുന്നപ്പള്ളി, ശ്രീ തോമസ് ഊട്ടി, അഡ്വക്കേറ്റ് ചെറിയാൻ ചാക്കോ സാറ്, മറ്റ് ആദരണീയരായ നേതാക്കളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പെൻഷൻ തട്ടിയെടുത്ത അങ്ങേയറ്റം നിർഭാഗ്യകരമായിട്ടുള്ള ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടി ഇന്ന് ഈ സമരമുഖത്തേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി നമുക്കറിയാം, ഇവിടെ പെൻഷൻ അർഹരായിട്ടുള്ള ആളുകൾക്ക് പെൻഷൻ കൃത്യമായി കൊടുക്കാൻ കഴിയാത്തൊരു സർക്കാരാണ് ഇവിടെ അധികാരത്തിലിരിക്കുന്നത്. എല്ലാവിധ ദൂർത്തും കെടുകാര്യസ്ഥതയും എല്ലാം മുഖ്യമന്ത്രിയാക്കിയ ഒരു സർക്കാർ വളരെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾ 1600 രൂപ പ്രതിമാസം പെൻഷൻ വാങ്ങി ജീവിക്കുന്ന ആളുകൾക്ക് അത് കൃത്യമായി കൊടുക്കാത്ത ഒരു സർക്കാർ ഇന്നിപ്പോൾ ആ രംഗത്ത് വീണ്ടൊരു പരാജയം കൂടി ഏറ്റുവാങ്ങിയിരിക്കും. നിലവിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സർക്കാർ തലത്തിൽ സേവനം ഈ സാധാരണക്കാർക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള ഈ പെൻഷൻ കൂടി വാങ്ങുന്ന എന്ന് വെച്ചാൽ അത് കൃത്രിമമായി രേഖകൾ ചമച്ച് അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ പെൻഷൻ കൂടി വാങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് ഈ സംസ്ഥാനത്തെ ഭരണം എത്തിയിരിക്കുകയാണ്. എത്ര കെടുകാര്യസ്ഥതയാണ് ഭരണരംഗത്ത് ഇന്ന് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കാണിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. ഇപ്പം നമ്മൾ കണ്ടത് എന്താണ്? 3000 കോടി രൂപ കടമെടുക്കാൻ പോകുന്നു. 2 ഗഡു പെൻഷൻ മാത്രം കൊടുക്കും. ക്രിസ്മസിന് മുമ്പായി 2 ഗഡു പെൻഷൻ കൊടുക്കാൻ വേണ്ടി 3000 രൂപ കടമെടുക്കണമെന്നാണ് പറയുന്നത്. കടബാധ്യതകൾ വർദ്ധിച്ചു വരുന്നു. സംസ്ഥാനത്ത് ചരിത്രത്തിൽ നാളിതുവരെ ഉണ്ടായിട്ടില്ലാത്ത കടബാധ്യതയിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇന്ന് സംസ്ഥാനത്ത് ചെന്നെത്തി നിൽക്കുന്നത്. സംസ്ഥാനത്തെ ഭരണം മുന്നോട്ട് പോകുന്നു. കടം കൂടുതൽ എടുക്കാനായിട്ടുള്ള അനുവാദം കേന്ദ്ര ഗവൺമെൻറ് തരണം. അത് പാർലമെന്റിൽ ഉന്നയിക്കണം, കേന്ദ്ര ഗവൺമെൻറ് മുൻപാകെ ഉന്നയിക്കണം എന്ന് MP-മാരോട് ആവശ്യപ്പെടുന്ന ഒരു സർക്കാരാണ് ഇവിടെ അനധികൃതമായി പണം തട്ടിയെടുക്കാൻ. ഒരു വശത്ത് പണമില്ല എന്ന് പറയുമ്പോൾ അനധികൃതമായി ആ പണം തട്ടിയെടുക്കാൻ ഇവിടെ ഒത്താശ ചെയ്യുന്നു, അല്ലെങ്കിൽ ഭരണരംഗത്ത് പരാജയപ്പെടും. അത് തടയാൻ ഭരണരംഗത്ത് പരാജയപ്പെടും. സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 3% മാത്രമാണ് നിയമപരമായി നമുക്ക് കടമെടുക്കാൻ കഴിയുക. അതെടുത്തു കഴിഞ്ഞ് പലതരത്തിൽ ദൂർത്തടിച്ചും ഒക്കെ ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ കടമെടുത്തെങ്കിൽ മാത്രമേ നിത്യനിദാന ചെലവ്, അതുപോലെ തന്നെ വളരെ അത്യാവശ്യം വേണ്ട ഈ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാനായിട്ട് ഈ ഗവൺമെൻറ് കഴിയൂ. സർക്കാർ ആവശ്യപ്പെടുന്നത് 3.5% ഇത് ഉയർത്തണമെന്നുള്ളതാണ്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെയൊന്നും അനുവദിക്കാൻ പോകുന്നില്ല. കാരണം നിലവിലൊരു നിയമമുണ്ട്, FRBM ആക്ട് എന്ന് പറയും. ആ ആക്ടിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ സംസ്ഥാനങ്ങൾക്ക് കടമെടുപ്പ് സാധ്യമാകൂ. അതല്ലെങ്കിൽ ഇനി ആ നിയമം ഭേദഗതി ചെയ്യും. കോവിഡ് കാലത്ത് മാത്രമാണ് അല്പം ഒരു മാറ്റം കേന്ദ്ര ഗവൺമെൻറ് അനുഭവിച്ചത്. അത് മൊത്തത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത കണക്കിലെടുത്തുകൊണ്ട് ഒക്കെ എടുത്തിട്ടുള്ള പാസാക്കിയിട്ടുള്ള ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകാമെന്നുള്ളത് വളരെ ചെലവ് ചുരുക്കി. നമ്മൾ സാധാരണ പറയുമല്ലോ, മുണ്ട് മുറുക്കി കൊടുക്കണമെന്ന് പറയുന്നത് പോലെ ചെലവിൻ്റെ കാര്യത്തിൽ കാര്യക്ഷമതയോടുകൂടി നോക്കിയെങ്കിൽ മാത്രമേ കേരളം പോലെ ഇന്ന് ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ എത്തിയിട്ടുള്ള ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. അവിടെയാണ് ഇതുപോലെ ഒരു കെടുകാര്യസ്ഥത. അതിന് ഇത് തട്ടിയെടുത്തവരെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ പറയുന്നത് ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണരംഗത്തെ കെടുകാര്യസ്ഥതയാണ്.
അങ്ങനെ ഒരു വർഷത്തോടെ കൂടി പോകുമ്പോഴാണ് ഇപ്പോൾ ഇരിട്ടടി പോലെ വീണ്ടും വന്നിരിക്കുന്നു വൈദ്യുതി ചാർജ് വർധനം. ഈ 5-ാം തീയതി മുതൽ 16% വർധനമാണ് വരുത്താൻ പോകുന്നത്. യൂണിറ്റ് 1-ന് 16% വർധന വരുത്താൻ പോകുന്നു. അടുത്ത ജനുവരി 1 മുതൽ വീണ്ടും 12% കൂടി വർദ്ധിപ്പിച്ച് അടുത്ത വർഷം 28% വർധനമാണ് ഈ സർക്കാർ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള വൈദ്യുതി ഉപഭോക്താക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്നു. അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞു. കാർഷിക രംഗത്തും വൈദ്യുതി വർധനമാണ്. അവിടെ 5% വർധനമാണ്. ചെറുകിട വ്യാപാര രംഗത്ത് മാത്രം ചെറിയ ഇളവ് കൊടുക്കുമെന്ന് പറയുന്നു. അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിനെല്ലാം എതിരെയുള്ള അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ്, ജനങ്ങളുടെ വികാരമാണ്, ജനകീയ പ്രതിഷേധമാണ് കേരള കോൺഗ്രസ് പാർട്ടി ഇന്ന് പ്രതിഫലിപ്പിച്ചുകൊണ്ട് കോട്ടയത്ത് എവിടെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നമ്മൾ ഈ ധർണ നടത്തുന്നത്. ഈ ധർണയ്ക്ക് ശേഷം ഇപ്പോൾ തന്നെ വൈദ്യുതി ഓഫീസിലേക്ക് നമ്മൾ മാർച്ച് നടത്തുകയാണ്. അന്യായമായി വർദ്ധിപ്പിച്ചിട്ടുള്ള വൈദ്യുതി ചാർജ് പിൻവലിക്കണം. ഈ സർക്കാർ വൈദ്യുതി രംഗത്തൊക്കെ എടുക്കുന്ന നിലപാടുകൾ എന്താണ്? ഏറ്റവും ഒടുവിൽ പറയുന്നത് വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ മോഡുലർ ന്യൂക്ലിയർ റിയാക്ടറുകൾ സ്ഥാപിക്കുമെന്നാണ് പറയുന്നത്. UPA ഗവൺമെന്റ് കാലത്ത് ആണവ കരാർ വന്നപ്പോൾ എന്ത് ഭയങ്കര പ്രതിഷേധമായിരുന്നു. ആ സർക്കാരിനെ തന്നെ താഴെ ഇറക്കാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണി നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ആണവ കരാർ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, ആണവ ഏർപ്പാടുകളൊന്നും പാടില്ല എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ പറയുന്നു ഞങ്ങൾ മോഡുലർ ന്യൂക്ലിയർ റിയാക്ടറുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നോക്കും. ഉൽപ്പാദനം കാര്യക്ഷമമായി നടത്താൻ കഴിയുന്നില്ല. നമ്മളുടെ ഈ പറയുന്ന നിലവിലുള്ള വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങൾ അവിടെ കാര്യക്ഷമതയുണ്ടോ? കൃത്യമായി നടക്കുന്നുണ്ടോ? അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി മുഴുവൻ അതിൻ്റെ കപ്പാസിറ്റി മുഴുവൻ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? ഇതൊന്നും കഴിയാത്തവരാണ്. അങ്ങനെയുള്ള ഒരു കെടുകാര്യസ്ഥത നിറഞ്ഞൊരു ഗവൺമെന്റിന്റെ 2 പ്രവർത്തനങ്ങൾ മൂലം ഇന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ദുരിതം നേരിടുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സമരം കേരള കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന കോട്ടയം ജില്ലാ കമ്മിറ്റിയെയും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, എല്ലാ നേതാക്കന്മാരെയും സഹപ്രവർത്തകരെയും വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിന് എല്ലാ ഭാഗങ്ങളും നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതി, പൊതുജനങ്ങളുടെ എല്ലാം സർവോപരി എല്ലാ പിന്തുണയും ഈ സമരത്തിന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭാരതം ജയിക്കും.